ഇത് വെള്ളാപ്പള്ളിയല്ലേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൈഡില്. വെള്ളാപ്പള്ളിയുടെ ധാർഷ്ട്യമല്ലേ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എനിക്കറിയാം. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി, ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. ഞാൻ പല ഭാഷകളും മലയാളികൾ ആഗ്രഹിക്കുന്നത്, കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഷകളും പറയാൻ ഞാൻ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാള് ശ്രീലമ്പടൻ അല്ലേ? നാട്ടുകാർക്കറിയാം. ഈ മരിച്ചുപോയ മഹേഷൻ ആർക്കും അറിയാം. അദ്ദേഹത്തിന്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാൾ പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഈ പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. ഇവരെ കൊതിപ്പിച്ചു കിടക്കുകയാണ്. പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാൾ മഹേഷിന്റെ കേസിൽ ഇയാളും ഇയാളുടെ മകനും അശോകനും പ്രതിയായിട്ടുള്ള കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ? സർക്കാർ ഇടതും വലതുമായിട്ടുള്ള സർക്കാർ എന്തിന്റെ ബേസിലാണ് ഇയാൾക്ക് ഈ സാങ്ഷൻ കൊടുത്തത്? ഈ പറയുന്ന പത്മ അവാർഡ് മേടിക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്താണ്? ശ്രീനാഥ് കിട്ടിയോ? അല്ലെങ്കിൽ എത്രയോ മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറിക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് കസാരയിൽ ഇരുന്നുകൊണ്ട്? എനിക്ക് ഇയാളോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം, ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 5000 തൊണ്ട് ചെത്ത് കാണുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ നിന്റെ അമ്മയുടെ പണി ചെയ്യുന്ന പറഞ്ഞു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അന്ന് ഗുരുവിന്റെ ആ ചിത്രത്തിന്റെ താഴെ ഇരുന്നുകൊണ്ട് ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഇയാൾക്ക് എന്താണ് ഗുരുധർമ്മത്തെ പറ്റി അറിയാം? 28 കന്നി 5 സമ്മതിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന കന്നി 5 1982 ജനിച്ചവനാണ് ഞാൻ. എൻ്റെ അപ്പൂപ്പനാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ഗ്രഹസ്ഥ ശിഷ്യനായ നാണിയാശാൻ. ആനന്ദ സ്വാമി ആയിക്കോട്ടെ, സച്ചിദാനന്ദ സ്വാമി ആയിക്കോട്ടെ, അവിടുത്തെ മഹത്തരമായിട്ടുള്ള ഏതൊരു ഗുരുതുല്യരായിട്ടുള്ള സന്യാസികൾ പോലും ഭദ്രാനന്ദനെ അത്രയും മാത്രം ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ്. പക്ഷെ വലതിനോ BJP യോ അംഗീകരിക്കാൻ പാടില്ല.